നാടിനെ ഞെട്ടിക്കുന്ന മനുഷ്യ മനസാക്ഷിയെ വരെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള കൊലപാതകങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ പുറത്തും പകമൂലവും വ്യക്തമായ കാരണമില്ലാതെയും നിരവധി കുറ്റകൃത്യങ്ങൾ, സ്വന്തം ചോരയെന്ന് പോലും നോക്കാതെയുള്ള പെറ്റമ്മ എന്ന് പോലും നോക്കാതെയുള്ള കൊലപാതകങ്ങൾ. ഏറ്റവും ഒടുവിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊല. 2025 കടന്ന മലയാളികളുടെ മുൻപിൽ ക്രൂര കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അരങ്ങേറുന്നത്. ജന്മം നൽകിയതിന് പെറ്റമ്മയെ കൊന്ന ലഹരിക്ക് അടിമയായ മകൻ. ജനുവരി 18 കേരളം ഞെട്ടിയ ആ സംഭവം ഉണ്ടാവുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്ക് അടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊന്നു എന്ന വാർത്ത മലയാളികളെ ആകെ ഞെട്ടിച്ചതാണ്. ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് പൂർണ്ണമായും കിടപ്പിലായിരുന്ന സുബൈദയാണ് മകൻ ആഷിഖ് വെട്ടിക്കൊന്നത്. കോളേജ് കാലം മുതൽക്കേ ലഹരിക്ക് അടിമയായിരുന്നു ആഷിഖ്. പിന്നാലെ ആഷിഖ് വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഒരു തവണ നാട്ടുകാർ പിടിച്ച് ആഷിഖിനെ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. പിന്നീട് ആഷിഖിനെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ നിന്ന് അമ്മയെ കാണാൻ എത്തിയപ്പോഴാണ് ആഷിഖ് ഈ ക്രൂരകൃത്യം നടത്തിയത്. പോലീസ് പിടികൂടിയ ശേഷം ആഷിഖ് പറഞ്ഞ ഒരു വാചകമാണ് നമ്മുടെയെല്ലാം മനസ്സിനെ ഉലച്ചിരിക്കുന്നത്. ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ നടപ്പിലാക്കിയതത്രേ. ഒരു നാളും ഒരു കാലത്തും മറക്കാത്ത ഒരു വാചകമായിരുന്നു അന്ന് ആ പ്രതി ആഷിഖ് പറഞ്ഞത്. പൈശാചികവും അതിക്രൂരവുമായിരുന്നു ചേതമംഗലം കൂട്ടക്കൊലപാതകം. ജനുവരി 16 ചേതമംഗലത്ത് നാടിനെ നടുക്കിയ കൂട്ടക്കൊല നടന്നത്. പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉക്ഷ, മകൾ വിനീഷ എന്നിവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. അയൽക്കാരനായ റിതു എന്ന ചെറുപ്പക്കാരനായിരുന്നു പ്രതി. ഇയാളുടെ ആക്രമണത്തിൽ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിന് തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു റിതു. രാത്രികാലങ്ങളിൽ സമീപത്തെ വീടുകളുടെ ടെറസിൽ കയറി കിടക്കുമെന്നും സ്ത്രീകളെ ജനലിലൂടെ വിളിച്ച് ശല്യം ചെയ്യുമെന്നുള്ള ആരോപണങ്ങളും റിതുവിനെതിരെ ഉയർന്നിരുന്നു. റിതു പരിസരവാസികളായ സ്ത്രീകളെ സ്ഥിരം ശല്യം ചെയ്യുന്ന ആളാണെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു. ആക്രമണം നേരിട്ട കുടുംബവുമായി റിതു നേരത്തെ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതാണ് ക്രൂരമായ കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു കണ്ടെത്തൽ. ഇരുമ്പ് ദണ്ട് കൊണ്ട് തലയ്ക്കടിച്ചും കത്തി കൊണ്ട് കുത്തിയുമായിരുന്നു റിതു കൊലപാതകം നടത്തിയത്. ആക്രമണം നടത്തുന്ന സമയത്ത് ഇയാൾ മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിരുന്നില്ല. കൊല്ലണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു റിതുവിന് ഉണ്ടായിരുന്നത്. കൊലപാതകത്തിന് ശേഷം ജിതിന്റെ ബൈക്ക് എടുത്തു പോവുകയായിരുന്ന റിതുവിനെ ഹെൽമെറ്റ് ഇല്ലാതെ കണ്ടതോടെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വേണുവിനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ വിവരം യാതൊരു കൂസലുമില്ലാതെ ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയതും. ക്രൂരമായ കൊലപാതകത്തിന്റെ കഥ പുറം ലോകം അറിയുന്നതും. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് മാനസിക രോഗമുണ്ടെന്നുള്ള നുണകളാണ് റിതു പറഞ്ഞിരുന്നത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഈ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു. മേൽപ്പറഞ്ഞ സംഭവങ്ങൾ കേരളത്തിന്റെ മനസാക്ഷി പ്രതലങ്ങളിൽ ഉണ്ടാക്കിയ മുറിവുകൾ ഉണങ്ങാതെ നിൽക്കുമ്പോഴാണ് നെന്മാറയിൽ ചെന്താമര ഇരട്ട കൊലപാതകം നടത്തിയത്. ദിവസങ്ങളോളം പോലീസുകാരെ വട്ടം കറക്കിച്ചും നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ശേഷവുമാണ് ചെന്താമര പിടിയിലാകുന്നത്. പോലീസ് സേന അസാധാരണമായ സമ്മർദ്ദം അനുഭവിക്കുന്നതും നാട്ടുകാർ ഒന്നടങ്കം പ്രകോപിതരായി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതും അടക്കമുള്ള നിരവധി സംഭവങ്ങൾക്കും നമ്മൾ ഇതിനിടെ സാക്ഷ്യം വഹിച്ചു. ജനുവരി 27 ചെന്താമര ക്രൂരമായ കൊലപാതകം നടത്തിയത്. 2019 താൻ കൊന്ന സജിത എന്ന സ്ത്രീയുടെ ഭർത്താവായ സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയുമാണ് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള 6 മുറിവുകളും ലക്ഷ്മിയുടെ ദേഹത്ത് 12 മാരകമായ മുറിവുകളുമാണ് കണ്ടെത്തിയത്. പട്ടാപ്പകൽ നടത്തിയ ഈ കൊലപാതകത്തിന് ശേഷം ചെന്താമര നെല്ലിയാമ്പതി കാടുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് കാടടച്ച് ചെന്താമരയ്ക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. തുടർന്ന് ജനുവരി 28 പോത്തുണ്ടിയിൽ നിന്ന് ചെന്താമര പിടിയിലാവുകയായിരുന്നു. 2 ദിവസത്തിൽ കൂടുതൽ ചെന്താമരയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പോലീസിനോട് ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കാൻ അനിയൻ ഉറപ്പായും വരുമെന്നും രാധാകൃഷ്ണൻ സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വെച്ച ട്രാപ്പിലാണ് ചെന്താമര കുടുങ്ങിയത്. ഇപ്പോഴിതാ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് വെഞ്ഞാറമൂടിൽ കഴിഞ്ഞ ദിവസം നടന്നത്. അവിശ്വസനീയമായ കൊടും ക്രൂരമായ ഒരു കൊലപാതകം. സ്വന്തം കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനെയും 13 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞനുജനെയും ഒരു ദയയും കൂടാതെ അടിച്ചു കൊല്ലാൻ അഫാന് മനസ്സ് വന്നത് എങ്ങനെയാണെന്ന് ഈ കുടുംബത്തെ അറിയുന്നവരെല്ലാം ചോദിക്കുന്നതാണ്. കൂട്ടക്കൊലപാതക വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഈ ഒരു ചോദ്യം തന്നെയാണ് ഓരോ മലയാളിയും ഹൃദയവേദനയോടെ സ്വയം ചോദിക്കുന്നതും. മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഒന്നിനു പുറകെ ഒന്നായി 3 ഇടത്ത് 5 പേരാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 11 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ എല്ലാം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. അഫാൻ ആദ്യം ആക്രമിച്ചത് സ്വന്തം ഉമ്മയാണ്. രാവിലെ 11:30 സ്വന്തം വീട്ടിൽ വെച്ച് ഉമ്മയായ ഷെമിയുടെ കഴുത്തിൽ ഷോൾ ചുറ്റിയ ശേഷം
തല ചുമരിൽ ഇടിപ്പിക്കുകയായിരുന്നു അഫാൻ. അഫാന്റെ ക്രൂരതയിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടത് ഉമ്മ മാത്രമാണ്. അവരിപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്.